ഞാനേ 2 കുട്ടികൾ ഇങ്ങനെ സംസാരിക്കുന്ന കേൾക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ അവരുടെ ടീച്ചർ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കറുത്ത ടീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കറുത്ത എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിപ്പോയി. എനിക്ക് ഭയങ്കര ഡിസ്കംഫേർട്ട് ആയിപ്പോയി. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ഞാൻ എന്തിനാ അപ്പോൾ ഇത്രയും ഡിസ്റ്റർബ്ഡ് ആയത്, എന്നെ കുറിച്ചല്ലല്ലോ പറഞ്ഞത് എന്നുള്ളതൊക്കെ ഞാനിങ്ങനെ ആലോചിച്ച് ഞാനൊരു റിയലൈസേഷനിലോട്ട് എത്തി. അതെന്താന്ന് വെച്ചാലേ, അത് ആ കുട്ടികളുടെ പ്രശ്നമല്ല, അത് ആ കറുപ്പിന്റെ പ്രശ്നമല്ല, അത് എന്റെയും പ്രശ്നമല്ല. അത് ഞാൻ വന്നിട്ടുള്ള സൊസൈറ്റിന്റെ പ്രശ്നമാണ്, ഞാൻ വന്നിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിന്റെ പ്രശ്നമാണ് എന്നുള്ളത് ഞാൻ റിയലൈസ് ചെയ്ത്. ഞാനൊരു ഡാർക്ക് സ്കിൻ ടൂണിലുള്ള ഒരാളാണ്. അപ്പോൾ ഞാനിങ്ങനെ വളർന്നു വരുമ്പോൾ കേൾക്കുന്നത് ഈ കറുപ്പ് എന്ന് പറയുന്നത് ഭയങ്കര നെഗറ്റീവായിട്ടുള്ള, ഒരു ഭംഗിയില്ലാത്ത, ഭയങ്കര ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള, കറുപ്പാണെങ്കിലും കുട്ടിക്ക് ഭംഗിയുണ്ട് എന്ന് പറയുമ്പോഴും ആ കറുപ്പിലൊരു മുഖം ചൊലിച്ചിട്ടുള്ള, അങ്ങനെ കുറേ ബാധ്യതകളുള്ള ഒരു കളറായിട്ടാണ് ഞാൻ കറുപ്പൊക്കെ കേട്ട് വളർന്നിട്ടുള്ളത്. അപ്പം അതുകൊണ്ടാണ് ഈവൻ എന്നെ അല്ലാഞ്ഞിട്ട് പോലും എനിക്കത് ഡിസ്റ്റർബൻസ് ആയത് എന്നുള്ളത് ഞാൻ റിയലൈസ് ചെയ്ത്. ഞാനൊരു ന്യൂസ് കേട്ടിട്ടുണ്ടായിരുന്നു, ഒരു കുട്ടി, മലപ്പുറം ജില്ലയിലെ ഒരു കുട്ടി സൂയിസൈഡ് ചെയ്ത്, കളറിന്റെ പേരിൽ അവഹേളനം കേട്ടിട്ട് ആ കുട്ടി സൂയിസൈഡ് ചെയ്ത് എന്നുള്ളത് ഞാൻ കേട്ട്. അപ്പൊ ആ കുട്ടിയും ഇതേ സിറ്റുവേഷനിലൂടെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. ആ കുട്ടിയും ഇതൊക്കെ ഇങ്ങനെ കേട്ട് ഡിസ്റ്റർബ്ഡ് ആയിട്ടായിരിക്കും ഇങ്ങനൊരു ഡിസിഷനിലോട്ട് എത്തിയിട്ടുണ്ടാവുക. സോ അത് ആ കുട്ടിയുടെ പ്രശ്നമല്ല, ആ കളറിന്റെ പ്രശ്നമല്ല, എൻ്റെ പ്രശ്നമല്ല. അത് നമ്മളുടെ സൊസൈറ്റി നമ്മളിലോട്ട് ഇങ്ങനെ പറഞ്ഞ് നമ്മളുടെ അങ്ങനെ ഇൻജെക്റ്റ് ചെയ്ത് നമ്മളങ്ങനെ ലേൺ ചെയ്ത് എടുത്തതിൻ്റെ പ്രശ്നമാണ് എന്നുള്ളത് നമ്മൾ റിയലൈസ് ചെയ്യണം. അത് ഞാൻ റിയലൈസ് ചെയ്ത് ഇനി ഒരാൾ പറയുന്ന സമയത്ത് അതെനിക്ക് ഡിസ്കംഫേർട്ട് ആവേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ള സംഭവം ഞാൻ റിയലൈസ് ചെയ്ത്. ഇറ്റ്സ് ടൈം ടു അൺലേൺ. അത് നമ്മൾ ലേൺ ചെയ്തെടുത്തിട്ടുള്ള സാധനം അൺലേൺ ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. നമ്മളോട് ആരെങ്കിലും അങ്ങനെ പറയുകയാണെങ്കിൽ അത് അവരുടെ അറിവില്ലായ്മയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ കാരണം ഒരിക്കലും ഒരാളെ വേദനിപ്പിക്കാണ്ടിരിക്കുക. ആ ഒരു കളറിന്റെ പേരിൽ നമ്മൾ അങ്ങനെ ഒരു പറയേണ്ട ഒരു ആവശ്യമില്ലല്ലോ. നമുക്ക് അതുകൊണ്ടൊരു ഡിസ്റ്റർബൻസും ഇല്ലല്ലോ. ഇൻഷാ അല്ലാഹ്.